അവളൊക്കെ എടുത്ത് വ്ലോഗ് ആക്കുന്നുണ്ട് കേട്ടോ. സാരല്ല കട്ട് ചെയ്തോ. എഡിറ്റ് ചെയ്ത് നമുക്ക് കട്ട് ചെയ്ത് കളയാം. ഞാൻ വ്ലോഗിങ് തുടങ്ങിയ കാര്യം വർഷം അറിഞ്ഞോ? വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇത് സ്റ്റാസിക്കിന്റെ ഷൂട്ടാണ്. വർഷം ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഹായ് യൂട്യൂബ് ഫാമിലി. വർഷ എങ്ങനെയുണ്ട് സ്റ്റൈൽ ചെയ്തത്? നല്ലത് പറയണേ. അല്ല എനിക്ക് ശാസ്ത്രീയ സീസൺ 9 ഞാൻ ആദ്യമായിട്ട് ടെലിവിഷനിൽ വരുന്നത് പാർട്ട് ഓഫ് ഒക്കെ. അപ്പം വരുന്നപ്പം മുതൽ സ്റ്റീനിയാണ് എനിക്ക് സ്റ്റൈൽ ചെയ്യുന്നത്. നല്ല ഇതാണ്, നല്ല ഡ്രസ്സുകളാണ്, നല്ല ഐഡിയ ഉള്ള ആളാണ്. അതൊക്കെ പറഞ്ഞാലും എനിക്ക് കേൾക്കണ ആട്ട് ഞാൻ മാത്രമല്ല കേൾക്കുന്നത്. ഞാനിപ്പോ കുറേ നാളായി ആട്ടിയിട്ട്. ഇപ്പൊ ഞാൻ ആട്ടാറില്ല. അവര് വിചാരിക്കും ഞാൻ ഭയങ്കര ക്രൂരായിരുന്നു. ആക്ച്വലി ഞങ്ങള് ഭയങ്കര ക്ലോസ് ആണ്. അതുകൊണ്ടാണ് സ്നേഹമുള്ളടത്ത് ആട്ട് കേൾക്കാന്നില്ലേ. അതുകൊണ്ട് ഇവളുടെ അടുത്ത് പ്രത്യേക സ്നേഹമാണ് അവൾക്ക്. അല്ല, ഇടയ്ക്കൊക്കെ ചൊറിയാറുണ്ടെങ്കിലും മേക്കപ്പ് ഒക്കെ പരീക്ഷിക്കാൻ ഇഷ്ടമാണ്. പുതിയ പ്രൊഡക്റ്റ് ആണ് കാണിക്കുന്നത്. എനിക്ക് ലിപ് ഗ്ലോ പുതിയതാണ് ഇറക്കിയിരിക്കുന്നത്. ചേച്ചി പോലും ഇട്ട് നോക്കിയിട്ടില്ല. ലിപ് ഗ്ലോ ആണെങ്കിൽ പരീക്ഷിക്കാൻ പറ്റിയ ചുണ്ട് എന്റെ തന്നെ. അതെ. അരെ വാ, എന്തൊരു ഗ്ലോ. ലൈനർ വിളിക്കാൻ ആൾക്കാർ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇനി ഫ്ലോറിലോട്ട് പോവാം. സത്യമായിട്ട് ചേച്ചി വീഡിയോസ് ഒക്കെ എടുക്കുന്ന കാണുമ്പോൾ എനിക്ക് ഇൻസ്പിറേഷൻ ആണ്. പക്ഷെ ചേച്ചി എവിടെ പോസ്റ്റ് ചെയ്യാറില്ല. അതുകൊണ്ട് ഞാനും എവിടെ പോസ്റ്റ് ചെയ്യാറില്ല. ഓ, ഞാൻ വ്ളോഗ് എടുക്കുന്ന ധൃതിയിലായതുകൊണ്ടാണ് ചേച്ചി ഇതൊക്കെ ഹെൽപ്പ് ചെയ്യാൻ. അല്ലെങ്കിൽ ഞാൻ തന്നെയാണ് ഇതെല്ലാം ചെയ്യല്. എന്താ വെച്ചാൽ അങ്ങനെയൊക്കെ ഒരു ടോക്ക്. എന്റെ ഫാനാന്നൊക്കെ പറഞ്ഞിട്ട് സാരല്ല കട്ട് ചെയ്തോ. എഡിറ്റ് ചെയ്ത് നമുക്ക് കട്ട് ചെയ്ത് കളയാം. ഇതില് തോൽവി വേറെ ഒന്നും വരാനില്ല. ഞാൻ വിചാരിച്ചു ഈ പറയണ കേട്ടപ്പോ എന്റെ ഫാനാണ്. വേണ്ട എനിക്ക് കഥകളൊന്നും കേൾക്കണം നോക്കോ. ഞാൻ എന്റെ ഫാനാണെന്ന് വിചാരിച്ചതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഉണ്ടാക്കി. എന്നിട്ട് നാറ്റിച്ച് കാണില്ല. ഒന്നുകൂടി പറയാൻ പറ്റുമോ? ജനിച്ചപ്പോഴേ സുന്ദരി ആയതുകൊണ്ട് കുഴപ്പമില്ല. ഞാൻ എന്നെ പറ്റിയാ പറയണത്. മഴയത്ത് പോരുന്നതാ. എന്റെ വ്ളോഗ് എന്നിട്ട് കോംപ്ലിമെന്റ്സ് നാട്ടുകാർക്ക്. എന്നെ ഒന്നും സ്നേഹിക്കാനോട് ആരുമില്ലേ. പുച്ഛം മാത്രം. സജ്ജലി മാം ഹായ്. ചോദിക്കേണ്ട എടുക്കില്ല മാഡത്തിന്. ഞാൻ സിംഗിൾ ആണല്ലോ. ഒന്നുകൂടി പറയൂ. സിംഗിൾ ആണല്ലോ. സിംഗിൾ ആണ്. ഒറിജിനൽ ഹെയർ ആണെന്ന് തോന്നുന്നു. This is my OG hair. കണ്ടോ എങ്ങനെയുണ്ട്? അസലായിട്ടുണ്ട്. അതോടെ ചോദിച്ചത്. അവളൊക്കെ എടുത്ത് വ്ലോഗ് ആക്കുന്നുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞേ കഴിഞ്ഞ ദിവസം ഞാൻ ആലോചിച്ചു, എനിക്കാണെ ഭയങ്കര ഫെമിലിയർ. ഓ, നിങ്ങൾ എന്നെ മറന്നുല്ലേ ഇത്ര പെട്ടെന്ന്? കാണുമ്പോ വേറെ ലുക്ക്. അപ്പൊ നിങ്ങള് പറയുന്നുണ്ട് നേരിട്ട് കാണാൻ കൊള്ളൂലെന്ന്. ദൈവമേ, എന്ത് പറഞ്ഞാലും ഇവിടെ ശരിയാവില്ലോ. ഇല്ല, ശരിക്കും അതന്നെ പറഞ്ഞേ. ഞാൻ ഫസ്റ്റ് കണ്ടിട്ട്, കാരണം അതിനെ ബ്ലോഗ് ചെയ്യണ്ടെന്ന് അറിഞ്ഞൂടല്ലോ. അപ്പൊ അതുകൊണ്ട് ഞാനത് ഫെമിലിയർ ആണല്ലോ. ഞാൻ ആലോചിച്ചേ അതവളല്ലേ. ധൈര്യം ഉണ്ടെങ്കിൽ ഒന്നൊരു പറ. അപ്പൊ ഇതെല്ലാം പറഞ്ഞെന്ന് ഓഡിയൻസിന് മനസ്സിലായി. വർഷ നീ മോശാന്ന്. പൂജ ടൈം. അങ്ങനെ ഞങ്ങളിവിടെ സീറ്റഡ് ആയിട്ടുണ്ട്. ഷോ തുടങ്ങാൻ പോവാണ്. ഞങ്ങള് ചേച്ചിമാര് എന്താണ് പറയുന്നത്? അയ്യോ, ഇതൊക്കെ നമ്മുടെ ചേച്ചിമാരാണ്. എല്ലാം മെല്ലമായ ശിവ. ഇവിടെ സൗണ്ട് ചെക്ക് ചെയ്തോണ്ടിരിക്കുകയാണ് എല്ലാവരും. ബാക്കിൽ ഇതാ ഞങ്ങള് ഇവിടെ ഇങ്ങനെ ഇരിക്കുക. ഞങ്ങൾക്ക് വ്യക്തമായി കാണാൻ ഇവിടെ ഒരു TV ഉണ്ട്. അപ്പോൾ അവിടെ നടക്കുന്നതെല്ലാം നമുക്ക് ക്ലിയർ ആയിട്ട് സൂമായിട്ട് കാണാൻ പറ്റും.
വർഷയുടെ സ്നേഹം കണ്ടില്ലേ? വർഷ കൊണ്ടുവരുന്ന എല്ലാ സാധനം ഞങ്ങൾക്ക് ഷെയർ ചെയ്തിട്ട് അവള് കഴിക്കും. എനിക്ക് ഒരു താല്പര്യമില്ല, വന്ന് കൈയിട്ടെടുക്കാണ്. ഫുള്ള് അവമാനാണ്. ഞാൻ ഈ ബ്ലോഗ് എപ്പോൾ മുതൽ തുടങ്ങി അപ്പം മുതലേക്ക് അവമാനാണ്. പക്ഷെ അവർക്ക് ഭയങ്കര സ്നേഹമാണ്, എനിക്കറിയാം. നമ്മുടെ ഫോട്ടോഗ്രാഫറോട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. വർഷയ്ക്കുള്ള വെയിറ്റിംഗ് ആണ്. വർഷ വർഷ ആ വന്ന് ഫോട്ടോ എടുക്കാം. കമോൺ എടുക്കാം. ഇവിടെ ഒരു ഫോട്ടോഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓഹ് ഈ ചുള്ളനാര് ഇവിടെ. ഇതാണ് ഫേമസ് വിധു പ്രതാപിന്റെ മേക്കപ്പ് ആർട്ടിസ്റ്റ്. ഫേമസ് വിധു പ്രതാപ് ഇവിടെ ഉണ്ടായിരുന്നില്ല, അത് കാണാനില്ല. അങ്ങനെ പല അഭിനയ മുഹൂർത്തങ്ങളും കാണേണ്ടി വരും. ഇതിവിടെ എല്ലാവരും ഷൂട്ട് കഴിയുന്നത് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അസലായിരിക്കുന്നു. അത് വീഡിയോ എടുത്തോ?